ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. പ്രശ്നം പരിഹരിക്കാനെന്ന പേരിലുള്ള ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്ര പ്രഹസനമെന്നാണ് ഉയരുന്ന ആരോപണം. 40 ദിവസമായ ആശമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ആശമാരുടെ സമരം തുടങ്ങിയിട്ട് ഇന്ന് 40 ദിവസം. അതോടൊപ്പം തന്നെ നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്കും കടക്കുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവരുടെ സമരം കടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയത്. പ്രശ്നം പരിഹരിക്കാനെന്ന പേരിലാണ് പോയത് എങ്കിൽ പോലും അത്തരത്തിൽ യാതൊരു അനുകൂല നടപടിയും സ്വീകരിക്കാതെയാണ് എത്തിയത് എന്നുള്ള കാര്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. നിരവധി ഈ യാത്ര, ഡൽഹി യാത്ര പ്രഹസനമെന്ന ആരോപണം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആശമാരുടെ നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ ആശമാരുടെ സമരമുറകൾ പല രീതിയിൽ മാറിയിരുന്നു. അതിനുശേഷം അവസാന ഒരു പോരാട്ടം എന്നോളം അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരം രണ്ടാം ദിവസമായിരിക്കുകയാണ്. 3 പേരാണ് നിരാഹാര സമരത്തിന് പങ്കെടുക്കുന്നത്. മറ്റുള്ളവരെല്ലാം 40-ാം ദിവസത്തെ ആശമാരുടെ സമരത്തിൽ ഒപ്പം അണിചേർന്നിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു പിന്തുണ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആശമാർക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോഴും. അവസാനം ഓണറേറിയം നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ തന്നെ ആശമാരോട് സംസാരിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ്. ഈ കാലാവസ്ഥ, ഈ കടുത്ത കാലാവസ്ഥയിൽ പോലും ആശമാർ ഈ ചൂടിനെയെല്ലാം അതിജീവിച്ചാണ് ഇപ്പോൾ ഈ നിരാഹാര സമരം തുടരുന്നത്. ഈ ഒരു കാലാവസ്ഥയെ പോലും അതിജീവിച്ചാണ് ഇപ്പോൾ നിരാഹാര സമരം തുടരുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ തന്നെയല്ലേ, ഒരു മാറ്റത്തിനും തയ്യാറായിട്ടില്ലല്ലോ അല്ലേ? മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, സമയം പിടിക്കുമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. കേന്ദ്രവും സംസ്ഥാനവും ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാകും. അപ്പോൾ ആരോഗ്യമന്ത്രി ഏതായാലും ഇപ്പോൾ ചർച്ചയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ഇനി അവസരം കിട്ടിയാൽ പോകുമെന്നാണ്. അപ്പോൾ അതിൽ പ്രതീക്ഷയുണ്ടോ? പോയി ചർച്ച ചെയ്തിട്ട് പരിഹരിക്കട്ടെ. ഇപ്പോൾ ഉന്നയിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യവും ഈ പെൻഷൻ ആനുകൂല്യം തന്നെയാണ്. ഇപ്പോൾ ഓണറേറിയം 21,000-നുള്ളിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ തരാമെന്നതെങ്കിലും ചർച്ചയിൽ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഫോർമുല വച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ സെറ്റിൽമെന്റ് ഫോർമുല വെച്ചാലേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ആശമാരോട് ഇതുവരെയും എത്ര രൂപ തരാൻ കഴിയുമെന്ന് പോലും ചോദിച്ചിട്ടില്ല. അതായത് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം പറയുമ്പോൾ പോലും ഈ 21,000-നുള്ളിൽ ഒരു തുക പോലും ചർച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. അതെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അതുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പിലേക്ക് ആശമാർ ആകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഈ പണം നൽകുന്നതും ഈ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെയും ആശമാരൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോഴെല്ലാം ഈ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. 40 ദിവസമായി. അപ്പൊ ഈ 40 ദിവസമായിട്ടും ഒരു തരത്തിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നില്ല അല്ലേ? ഇല്ല, ഈ 40 ദിവസമായി. കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ ഇന്ന് 40 ദിവസമായി. 2 ദിവസമായി നിരാഹാരം കിടക്കുന്നു. 2 പ്രാവശ്യവും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും നമ്മുടെ DHS സാറും വിളിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. ഞങ്ങൾ ഈ പാവപ്പെട്ട ഞങ്ങളെ പറ്റിച്ചാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചത്. പറഞ്ഞ് പറ്റിച്ചു, ചതിച്ചു. ഈ പാവപ്പെട്ട ആശമാരെ ചതിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇന്നലെ രാവിലെ ആശാ വർക്കറിന് വേണ്ടി ഡൽഹി പോകുന്നു. വെറുതെ അവരുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാണ് അവർ പോയത്. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ആശാമാർ അവിടെ ചെന്ന ആശാമാരുടെ ഒരു വാക്ക് പോലും അവിടെ ഉരുവിട്ടിട്ടില്ല. അവിടെ കേന്ദ്രത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാനുള്ള ഒരു സാഹചര്യം അവർ കൊടുത്തിട്ടില്ല. നമ്മുടെ ആവശ്യത്തിന് പോയ അനുവാദം വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ. ഇത് അതൊന്നും ചെയ്യാതെ പോയിട്ട് അവരുടേതായ കാര്യങ്ങൾ നടന്നിട്ട് അവർ തിരിച്ചുവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ, അവർ അംഗീകരിച്ചില്ല. അതെങ്ങനെ? നമ്മൾ ഒരു അനുവാദം ഇല്ലാതെ ഇപ്പൊ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തായിട്ട് നമ്മൾ അനുവാദം വാങ്ങാതെ പോകാൻ പറ്റുമോ? അനുവാദം ഉണ്ടെങ്കിലല്ലേ അവരെ കാണാൻ പറ്റുള്ളൂ. ഇത് അതൊന്നുമില്ല. അവര് വേറെ ആരോ കാണാൻ പോയിട്ട് ആശാമാരുടെ കാര്യത്തിന് പോയി. എന്നിട്ട് അവരവിടെ നിന്ന് വെറും കൈയോടുകൂടി തിരിച്ചു വന്നു. ആശാമാരുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞില്ല. പിന്നെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ശൈലജ ടീച്ചറായിരുന്നെങ്കിലേ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുമായിരുന്നു.
ഞങ്ങളെ ശൈലജ ടീച്ചറാണ് ഞങ്ങളെ ഈ കൊറോണ സമയത്തും കോവിഡ് സമയത്തും ബാക്കി ഡെങ്കി ചിക്കൻ ഗുനി സമയത്തൊക്കെ ഞങ്ങളോടൊപ്പം നിന്നത് ശൈലജ ടീച്ചറാണ്. ഇവർക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ആരോഗ്യവകുപ്പ് എന്തെന്ന് ഇവർക്ക് അറിയില്ലായിരിക്കും. അറിയാന്നുണ്ടെങ്കിൽ ഇവർ ഈ പാവപ്പെട്ട ഈ വെയിലും മഴയും കൊണ്ടാണ് ആശമാർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കില്ലേ സാറേ? ഒരു വാക്ക് കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾക്ക് ഓണററി ഇൻസെന്റീവ് ഒരു കേന്ദ്രത്തിൽ അവരോട് പറഞ്ഞാൽ അവരനുവദിക്കാതിരിക്കുമോ? അവരനുവദിക്കാതെ അവരോട് ചർച്ച ചെയ്യാതെ അവരോട് ഒന്നും പറയാതെ എങ്ങനെ സാർ ഇപ്പൊ ആരോഗ്യ വകുപ്പ് മന്ത്രി കേന്ദ്രത്തിലാണ്. ഞാൻ സാറിന്റെ അടുത്ത് ഇവിടുത്തെ കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ കാര്യം പറയണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ല. അവര് പോയി അവരെ കാര്യം നാടിയിട്ട് അവർ തിരിച്ചതുപോലെ പോയ പ്ലെയിനിൽ തിരിച്ചു വന്നു. അതുകൊണ്ട് ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 40-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാര സമരം 2ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയ യാത്ര പ്രഹസനമാണ്. ആശമാരുടെ യാതൊരു ആവശ്യങ്ങളും അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള ഒരു യാത്ര പാർട്ടിയെല്ലാം നോക്കുന്ന സാറേ, ഞങ്ങളുടെ തൊഴിലിന്റെ അവകാശവും ഞങ്ങൾ ജോലി ചെയ്യാത്തവരാണെങ്കിൽ വേണ്ടില്ല, കള്ളത്തിൽ വന്നിരിക്കുന്നെന്ന് പറയാം. ഇത് ഞങ്ങൾ അധ്വാനിച്ചിട്ടല്ലേ സാറേ ഞങ്ങളുടെ അവകാശത്തിന് വരുന്നത്? ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ വരുന്നത്? പട്ടിയെ പേടിക്കണം. ഒരു വീട്ടിൽ മദ്യപിക്കുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അവിടെ ആളുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറാൻ പറ്റും. മാനസിക രോഗമുള്ള അസ്വസ്ഥത ഉള്ള കൊച്ചുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ എപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്യുമെന്ന് നമ്മൾ ശ്രദ്ധിച്ചേ ആ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. ഇത് അത്രയും നമ്മൾ നോക്കി ചെയ്യുന്ന നമ്മളെ എന്തിനാ ഇവർ ഈ വെയിലത്തും മഴയത്ത് എത്തിയിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞയക്കണ്ടേ? അവർക്ക് അല്പമെങ്കിലും ഒരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചേർത്ത് പിടിക്കണോ? എന്താ സാറേ ഇതിൽ ചേർത്ത് പിടിച്ചത്? ഇതാണോ ചേർത്ത് പിടിക്കുന്നത്? ഈ അപ്പോഴപ്പോഴും ഞെക്കി കൊല്ലുന്നതാണോ ചേർത്ത് പിടിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ഒരു സന്മനസ് അവർ കാണിക്കണം. ഇത്രയും എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറയാനുണ്ട്. ശരി സാർ. അതിൽ ആശമാരുടെ ആശങ്ക അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അവർക്ക് ഉന്നയിക്കാനുള്ള ഒരു ആവശ്യം അവസാന ഘട്ടത്തിൽ പോലും കനിയണമെന്ന് തന്നെയാണ്. അതായത് അവർക്ക് ഓണറേറിയം ലഭിക്കുന്നു, അവരുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അവരുടെ പ്രശ്നങ്ങളിലെല്ലാം പരിഹാരമുണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതായത് മുഖ്യമന്ത്രിയും അടക്കം വലിയ രീതിയിൽ കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ഏതായാലും നിയമസഭയിൽ സബ്മിഷനായി പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് അറിഞ്ഞത് മുഖ്യമന്ത്രി ആശമാർക്കൊപ്പമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ പണം അതായത് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരും അവരുടേതായ വിഭാഗത്തു നിന്നും ജോലികൾ ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയോടെയാണ് ആശമാർ ഇതിനെ നോക്കി കാണുന്നത്. നിരാഹാര സമരം എന്ന കടുത്ത രീതിയിൽ തന്നെ ഈ പ്രതിഷേധത്തെ അവർ കാണുന്നു. ഏതായാലും ഈ 40 ദിവസത്തെ പ്രതിഷേധം അത് ഫലം കാണുമെന്നുള്ള പ്രതീക്ഷതന്നെയാണ് ആശമാർ ഇപ്പോഴും ഈ സെക്രട്ടേറിയറ്റ് നടയിലിരിക്കുന്നത്. തീർച്ചയായും വിഷ്ണു, എല്ലാവരും ആശമാർക്കൊപ്പം തന്നെയാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം തന്നെ ആശമാർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ പോലും അവർക്ക് യാതൊരു തരത്തിലുള്ള നടപടികൾ, അവർക്ക് അനുകൂലമായിട്ട് യാതൊരു നടപടികളും ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ്. ഇന്നും ശക്തമായി സമരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് അവരെ പിന്തുണച്ച് അവിടേക്ക് എത്തുന്നത്. മറ്റ് പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം തന്നെ ഇന്നുണ്ടാവുമോ? ഏതായാലും പ്രതിഷേധം ഉണ്ടാകുമോ എന്നല്ല, പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നാണ് പറയുന്നത്. 40 ദിവസത്തെ രാപ്പകൽ സമരം അത് ശക്തമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിൽ 3 പേർ നിരാഹാര സമരം ഇരിക്കുന്നു. അവരുടെ ആരോഗ്യനില വളരെ മോശമാവുകയാണെങ്കിൽ പകരം കയറാൻ ആളുകൾ കാത്തിരിക്കുന്നു. അതാണ് അവരുടെ അവസ്ഥ. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് വരെ പോരാടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറല്ല. സർക്കാർ കനിയണമെന്ന് താഴ്മയോടെ തന്നെയാണ് ഭൂരിഭാഗം പേരും അപേക്ഷിക്കുന്നത്. അത് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. ഏതായാലും ഇതിലെ രാഷ്ട്രീയമില്ലാത്ത ഒരു പ്രതിഷേധമാണ്. രാഷ്ട്രീയക്കാരെല്ലാം ഇതിൽ ഇടപെടുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിന് രാഷ്ട്രീയമില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ വിഭാഗക്കാരും ആശമാരുടെ ഒരു കൂട്ടായ്മയാണ്, എല്ലാവരും ഉള്ളതാണ്. അതിൽ സർക്കാർ കനിയണം, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ അതിനൊപ്പം
നിൽക്കണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഏതായാലും ഈ പ്രതിഷേധത്തിൽ വലിയ പിന്തുണ നൽകിക്കൊണ്ട് പലരും രംഗത്ത് വന്നെങ്കിലും ആശമാരുടെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പരിഗണിക്കണം, ആശമാരുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആരോഗ്യപരമായി തന്നെ അവർ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്, സാമ്പത്തികമായുള്ള വെല്ലുവിളി ഉണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ആശമാർ അവസാന നിമിഷം വരെ പോരാടുമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുകയാണ്. അവസാന നിമിഷം വരെയും പോരാടും. ആ അവസാനം വിജയത്തിൻ്റെതാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാത്തിനും